ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിവിടെ നല്ല വെതറൊക്കെയാണ് കേട്ടോ. മഴയൊക്കെ ഉണ്ട്, എന്നാൽ ഒരു സുഖമുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കൊരു വെജ് മീൽ ആയാലോ എന്ന്. അപ്പോൾ ഐ തോട്ട് ദീപിക പതുക്കോൺ ഫേമസ് ആയിട്ടുള്ള ഇമാദാച്ചി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ഗ്യാസിൽ കത്തിച്ച് ഒരു പാൻ നമുക്ക് എടുത്തിക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ, ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലൊക്കെ എടുക്കാം, അപ്പം ഡോണ്ട് യൂസ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചില്ലിയും ഗാർലിക്കും ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് എരിവ്. എരിവ് അത്രയും താല്പര്യമില്ലാത്തവർക്ക് തന്നെ സീഡ് മാറ്റിയിട്ട് ഇടാം. ബട്ട് ദീസ് ആർ ദ മസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഗൈസ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ അത്രയും നല്ലതാണ്, ബിക്കോസ് ഇത് വെന്തിട്ടാണ് നമ്മളിതിലേക്ക് ചീസും വെജീസും ഒക്കെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും വെജീസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ബെൽ പെപ്പറും ബ്രോക്കലിയും ക്യാരറ്റ്സും ആണ് ആഡ് ചെയ്യുന്നത്. ബ്രോക്കലിയും ബെൽ പെപ്പറും ആകുമ്പോൾ ഒരു ഹരിതാപം ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ക്യാരറ്റും ആഡ് ചെയ്തത്. അതിനുശേഷം കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. ഓക്കെ, അപ്പം ഉപ്പ് ആഡ് ചെയ്ത് നമ്മളൊന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വേവണം കേട്ടോ. വെന്ത് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർലിക്കെല്ലാം മാഷ് ആവണം. അതേപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചീസ് സ്ലൈസസും കൂടെ ആഡ് ചെയ്യാം. കഴിഞ്ഞു, സിമ്പിൾ അല്ലേ? ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമാദാച്ചി റെഡി ആയിട്ടോ. ദിസ് ഗോസ് വെൽ വിത്ത് ഐ തിങ്ക് റൈസ്. പ്രോബബ്ലി റൈസിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കഴിക്കാൻ പോണേ. അപ്പം അത്രയും ഈസി അല്ലേ ഇമാദാച്ചി. കുറച്ച് വെജീസും ചീസും മാത്രം മതി. ഇതിന് ആക്ച്വലി വേറെ സൈഡ് ഡിഷസ് ഒന്നും വേണ്ട. റൈസിൻ്റെ കൂടെ ഇത് മാത്രമാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ ഐ എം ആഡിങ് സം മോർ ഡിഷസ് ടു ഇറ്റ്. റൈസ് ആഡ് ചെയ്താൽ നിങ്ങൾ കാണിക്കാൻ വിട്ടു കേട്ടോ. ഞാൻ കുറച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് റോസ്റ്റും ഒക്കെ കൂടെ ആഡ് ചെയ്യാൻ വിചാരിച്ചു. ദാറ്റ് ഇസ് എ സോയ റോസ്റ്റ്. അതിനുശേഷം കുറച്ച് ബ്രിഞ്ചാൾ ഫ്രൈ, നമ്മൾ വഴുതനങ്ങ ഫ്രൈ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ദാൽ ആൻഡ് സ്പിനാച്ച്, അതും ഒരു സൈഡിൽ വെച്ചേക്കാം അല്ലേ. And finally, it goes our star ഇമാദാച്ചി. Okay, it looks good, right? അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വെജ് മീൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ if you liked it, please subscribe and share and enjoy your meal. Have a good day guys. See you later. Bye bye.